വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് നമ്മൾ മലയാളത്തിന്റെ ഒരു ക്ലാസ് ആണ് നോക്കുന്നത്. ഏതാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന LDC കണ്ണൂർ കൊല്ലം ജില്ലയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ശരിയായ വാക്യപ്രയോഗം ഏത്? ശരിയായ വാക്യപ്രയോഗം ഏത് എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻ തെറ്റായിട്ട് തന്നിട്ടുണ്ട്. തെറ്റായിട്ടും ശരിയായിട്ടും തന്നിട്ടുണ്ട്. ഒരു ഓപ്ഷൻ മാത്രമാണ് എടുത്തിരിക്കുന്നത്. തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് തിരുത്തേണ്ടത് നോക്കാം. സെന്റൻസ് ഇതാണ്: കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. ഈ വാക്യം എന്താണ്? തെറ്റായ വാക്യമാണ്. എവിടെയാണ് ഈ തെറ്റെന്നും എങ്ങനെയാണ് ശരിയാക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ്? കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള, രണ്ടിടത്തും എന്താണ്? സമുച്ചയം ഒരുപോലെയല്ല. അതായത് എന്ന് പറയുന്ന ചിഹ്നം ഒരുപോലെ അല്ല. അത് രണ്ടും ഒരു സെന്റൻസിൽ ശരിയായിട്ട് വരേണ്ടതാണ്. അപ്പൊ എങ്ങനെയാണ് തിരുത്തേണ്ടത്? കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള എന്നാക്കി മാറ്റണം. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് എന്നാണ് ഈ വാക്യം എന്ത് ചെയ്യേണ്ടത്? തിരുത്തേണ്ടത്. അപ്പം പഠിക്കുന്നതിനും കളിക്കുന്നതിനും ഇവിടെ രണ്ടും എന്താണ്? ഒരേപോലെ വരണം. സമുച്ചയം, അതായത് എന്ന് പറയുന്ന ചിഹ്നം ഒരുപോലെ വരണം. ഇതായിരുന്നു ഒന്നാമത്തെ വാക്യം. ശരിയായ വാക്യപ്രയോഗമാണ് പറഞ്ഞത്. ഇനി നമുക്ക് എന്താണ് ബാക്കി 2-3 ഉദാഹരണങ്ങൾ കൂടി നോക്കാം. രണ്ടാമത്തെ സെന്റൻസ് ഇതാണ്: ഇവിടത്തെ ചർച്ചാ വിഷയം പദ്ധതികളും ജനപങ്കാളിത്തവും എന്നതിനെ കുറിച്ചാണ്. ഇതാണ് രണ്ടാമത്തെ സെന്റൻസ്. ഇതെങ്ങനെയാണ് നമുക്ക് ശരിയാക്കേണ്ടത് നോക്കാം. അപ്പൊ എന്താണ് ഇവിടത്തെ ചർച്ചാ വിഷയം പറഞ്ഞിട്ടുണ്ട്, പദ്ധതികളും ജനപങ്കാളിത്തവും. പിന്നെ വീണ്ടും എന്നതിനെ കുറിച്ചാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ എങ്ങനെയാണ് ശരിയാക്കാവുന്നത്? ഇവിടത്തെ ചർച്ചാ വിഷയം പദ്ധതികളും ജനപങ്കാളിത്തവും എന്നതിനെ കുറിച്ചാണ് മാറ്റിയിട്ട് ഇവിടെ എഴുതേണ്ടത് എന്നതാണ് എന്നാണ്. കാരണം ചർച്ചാ വിഷയം പറഞ്ഞിട്ട് വിഷയം ഇവിടെ പറഞ്ഞിട്ടുണ്ട് പദ്ധതികളും ജനപങ്കാളിത്തവും എന്ന്. അപ്പൊ ഇവിടത്തെ ചർച്ചാ വിഷയം പദ്ധതികളും ജനപങ്കാളിത്തവും എന്നതാണ്. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ഈ വാക്യം ശരിയാക്കാം. വിഷയം മാറ്റിയിട്ട് നമുക്ക് ചർച്ച മാത്രം എടുക്കുകയാണെങ്കിൽ, അതായത് ഇവിടത്തെ ചർച്ച പദ്ധതികളും ജനപങ്കാളിത്തവും എന്നതിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. അത് ശരിയായ വാക്യമാണ്. രണ്ട് രീതിയിൽ ഈ വാക്യം തിരുത്താമെന്ന് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഇവിടത്തെ ചർച്ചാ വിഷയം പദ്ധതികളും ജനപങ്കാളിത്തവും എന്നതിനെ കുറിച്ചാണ്. അത് എന്താണ്? തെറ്റായ വാക്യമാണ്. എങ്ങനെയാണ് ശരിയാക്കേണ്ടത്? ഇവിടത്തെ ചർച്ചാ വിഷയം പദ്ധതികളും ജനപങ്കാളിത്തവും എന്നതാണ്. ഇനി രണ്ടാമത് എങ്ങനെ ശരിയാക്കാമെന്ന് പറഞ്ഞു? ഇവിടത്തെ ചർച്ച പദ്ധതികളും ജനപങ്കാളിത്തവും എന്നതിനെ കുറിച്ചാണ്. അത് രണ്ടും ശരിയായ വാക്യമാണ്. അടുത്ത നോക്കാം. മൂന്നാമത്തേത്: അവർ നാളെയോ മറ്റന്നാളോ വരും. ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. ഈ വാക്യം എന്താണ്? ശരിയായ വാക്യമാണ്. അവർ നാളെയോ മറ്റന്നാളോ വരും. ശരിയാണ്. ഇത് എങ്ങനെ തെറ്റായിട്ട് പറയാം? അവർ നാളെയോ അഥവാ മറ്റന്നാളോ വരും എന്നതാണ് തെറ്റായ വാക്യം. അഥവാ എന്ന വാക്ക് ഇവിടെ ചേർക്കേണ്ടതില്ല. ഈ വാക്യം ശരിയാണ്. അവർ നാളെയോ മറ്റന്നാളോ വരും എന്ന് പറയുന്ന വാക്യം ശരിയാണ്. അടുത്ത നാലാമത്തേത്: ആ വഴിക്കായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത്. ഈ വാക്യം തെറ്റാണ്. ആ വഴിക്കായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത്. എന്താണ് തെറ്റ്? ഇവിടെ ആ വഴിക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. രണ്ടും ഭൂതകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരു വാക്യത്തിൽ 2 ഭൂതകാലം വേണ്ട. ഭൂതകാലം സൂചിപ്പിക്കുന്ന വാക്കുകൾ വേണ്ട. എങ്ങനെയാണ് അപ്പൊ തിരുത്തേണ്ടത്? ആ വഴിക്കായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടത്. പോകേണ്ടിയിരുന്നത് മാറ്റിയിട്ട് എഴുതേണ്ടത് പോകേണ്ടത്. ആ വഴിക്കായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടത്. അങ്ങനെയാണ് ഈ വാക്യം തിരുത്തേണ്ടത്. ആ വഴിക്കായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടത്. അല്ലെങ്കിൽ എങ്ങനെ തിരുത്താം? ആ വഴിക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത്. ആ വഴിക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞാലും ഈ വാക്യം എന്താണ്? ശരിയാണ്. അപ്പൊ ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം: പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സ്വാമികൾ, അവർ, അവൻ, അത്. അപ്പൊ എന്താണ് പൂജക ബഹുവചനം എന്ന് അറിയാം. ഒരാളെ നമ്മൾ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏകവചന ശബ്ദങ്ങളാണ് അല്ലെങ്കിൽ ഏകവചന രൂപങ്ങളാണ് എന്തെന്ന് പറയുന്നത്? പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ഈ പൂജക ബഹുവചനം എന്ന് പറയുമെങ്കിലും ആ വാക്ക് എന്തായിരിക്കും? ഏകവചനമായിരിക്കും. അപ്പൊ ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് പൂജക ബഹുവചനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? സ്വാമികളാണ് അല്ലേ? സ്വാമികൾ എന്ന് പറയുമ്പോഴും സ്വാമികൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ബഹുമാനം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വാമികൾ എന്ന് പറയുന്നത്. അപ്പൊ ഉത്തരം സ്വാമികളായിരുന്നു പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ഇനി ബാക്കി ഓപ്ഷൻസ് ഉണ്ട്. അവർ എന്ന് പറയുന്നത് ഏത് ബഹുവചനത്തിന് ഉദാഹരണമാണ്? അപ്പൊ നമുക്ക് ബഹുവചനത്തെ പ്രധാനമായിട്ട് 3 തിരിക്കാം.
അലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. അതിൽ അലിംഗ ബഹുവചനം എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ ബഹുത്വത്തെ കുറിക്കുന്ന ശബ്ദമാണ് അലിംഗ ബഹുവചനം. അതായത് സ്ത്രീ പുരുഷന്മാർ, സ്ത്രീയും പുരുഷനും എന്ത് ചെയ്തിരിക്കും? അലിംഗ ബഹുവചനത്തിൽ ഉൾപ്പെട്ടിരിക്കും. അവരുടെ ബഹുവചനത്തെ കുറിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ അധ്യാപകർ. അധ്യാപകരിൽ നമുക്ക് അധ്യാപകന്മാരാണോ അധ്യാപികമാരാണോ എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അധ്യാപകർ എന്ന വാക്ക് എന്ന് പറയുന്നത് എന്താണ്? അലിംഗ ബഹുവചനം. സ്ത്രീയും പുരുഷനും ഉൾപ്പെട്ടിരിക്കുന്നതാണ് അലിംഗ ബഹുവചനം. സ്ത്രീയെന്നോ പുരുഷനെന്നോ വേർതിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. അതാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സലിംഗ ബഹുവചനമാണ്. ഒന്നുകിൽ സ്ത്രീയുടെയോ അല്ലെങ്കിൽ പുരുഷന്റെയോ ബഹുവചനത്തെ കുറിക്കുന്ന ശബ്ദമാണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ അധ്യാപകർ അലിംഗ ബഹുവചനമാണെങ്കിൽ അധ്യാപികമാർ അല്ലെങ്കിൽ അധ്യാപകന്മാർ എന്താണ്? അത് സലിംഗ ബഹുവചനമാണ്. അധ്യാപികമാർ എന്ന് പറയുന്നത് സ്ത്രീകളാണെന്നും അധ്യാപകന്മാർ എന്ന് പറയുന്നത് പുരുഷന്മാരാണെന്നും വേർതിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? സലിംഗ ബഹുവചനം. പിന്നെ മൂന്നാമത്തേതാണ് പൂജക ബഹുവചനം. അത് നമ്മൾ പറഞ്ഞു, ഒരാളെ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏകവചന ശബ്ദങ്ങളാണ് പൂജക ബഹുവചനം. ഇനി ഇതിൽ അവർ എന്ന് പറയുമ്പോൾ അവനാണോ അവളാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതെന്താണ്? അലിംഗ ബഹുവചനമാണ്. അവർ എന്ന് പറയുന്നത് അലിംഗ ബഹുവചനം. അടുത്ത ഓപ്ഷൻ അവനാണ്. അവൻ എന്ന് പറയുന്നത് എന്താണ്? ഏകവചന രൂപമാണ്. ഒരാളല്ലേ ഉള്ളൂ, ഏകവചനം. അത് എന്ന് പറയുന്നത് എന്താണ്? അത് എന്താണ്? അതും ഒരു ഏകവചന ശബ്ദമാണ്. അത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ ചൂണ്ടിക്കാട്ടി അത് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ഏകവചന ശബ്ദമാണ്. അപ്പൊ തന്നിട്ടുള്ളതിലും സ്വാമികളാണ് പൂജക ബഹുവചനം. പിന്നെ കുറച്ച് പൂജക ബഹുവചനങ്ങൾക്ക് ഉദാഹരണമാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്ന് തട്ടാർ. തട്ടാർ, അവർകൾ, ഭീഷ്മർ, മാരാർ, ദ്രോണർ, താങ്കൾ, അമ്മാൾ, നിങ്ങൾ, വൈദ്യർ, ഗുരുക്കൾ. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഇത് കൂടാതെ തിരുവടികൾ. തിരുവടികൾ എന്നതും പൂജക ബഹുവചനത്തിന് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത് 3 വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് കണ്ടെത്തേണ്ടത്. ആദ്യത്തേത് ഗായകർ. ഗായകർ. ഗായകർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഗായകനും കാണും ഗായകിയും കാണും അല്ലേ? നമ്മൾ ഗായകന്റെ എതിർലിംഗം പറയുമ്പോൾ ഗായകി എന്നാണ് പറയുന്നത്. അപ്പൊ ഗായകൻ അല്ലെങ്കിൽ ഗായകി ഉൾപ്പെടുന്നതാണ് ഗായകർ. അപ്പൊ അതുകൊണ്ട് എന്താണ്? അലിംഗ ബഹുവചനം. ഗായകർ എന്ന് പറയുമ്പോൾ അലിംഗ ബഹുവചനം. അടുത്ത രോഗിണികൾ. രോഗിണികൾ എന്ന് പറയുമ്പോൾ സ്ത്രീയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. അപ്പൊ ഇത് ഏതാണ്? സലിംഗ ബഹുവചനം. രോഗിണികൾ സലിംഗ ബഹുവചനം. അടുത്ത ഉദ്യോഗസ്ഥർ. ഉദ്യോഗസ്ഥനാണോ ഉദ്യോഗസ്ഥയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് എന്താണ്? അലിംഗ ബഹുവചനമാണ്. അപ്പൊ ഇതായിരുന്നു എന്ത്? രണ്ടാമത്തെ ചോദ്യം. പൂജക ബഹുവചനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം ഒറ്റപ്പദമാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ ഇതാണ്: വേദത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം എന്താണ്? വേദത്തെ സംബന്ധിച്ചത് ഉത്തരം വരുന്നത് വൈദികം. വേദത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം വൈദികം. പിന്നെ കുറച്ച് ഒറ്റപ്പദങ്ങൾ എഴുതിയിട്ടുണ്ട്, നോക്കാം. ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികമാണ്. ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം. അടുത്തത് ഇഹലോകത്തെ സംബന്ധിച്ചത്. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. ഐഹികം. അടുത്തത് പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം. പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ദർശനമാണ്. ദർശനത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം ദാർശനികം. ദർശനത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം ദാർശനികം. അടുത്ത ഋഷി. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. ബുദ്ധിയെ സംബന്ധിച്ചത് ഒറ്റപ്പദം എന്താണ്? ബൗദ്ധികം. ബുദ്ധിയെ സംബന്ധിച്ചത് ഒറ്റപ്പദം ബൗദ്ധികം. ഭൂലോകത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം ഭൗതികം. ഭൂലോകത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം ഭൗതികം. ശരീരത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം എന്താണ്? ശാരീരികം. ശരീരത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം ശാരീരികം. എന്നാൽ നീതിയെ സംബന്ധിച്ചത് ഒറ്റപ്പദം ചോദിക്കുകയാണെങ്കിൽ അതെന്താണ്? നൈതികമാണ്. നൈതികം. ഇതായിരുന്നു കുറച്ച് ഒറ്റപ്പദങ്ങളായിട്ട് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തെ ചോദ്യമായിരുന്നു വേദത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം എന്താണ്? വൈദികം. കുറച്ച് ഒറ്റപ്പദങ്ങൾ കൂടി നോക്കാം. ആദ്യം എഴുതിയിരിക്കുന്നത് പൊക്കമുള്ളവൻ. പൊക്കമുള്ളവൻ എന്നതിന്റെ ഒറ്റപ്പദം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എന്താണ്? പ്രാംശു ആണ്. പ്രാംശു ഈ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പൊക്കമുള്ളവൻ ഒറ്റപ്പദം പ്രാംശു. അടുത്തത് വലിയ ശരീരമുള്ളവൻ. വലിയ ശരീരമുള്ളവൻ ഒറ്റപ്പദം അതികായൻ എന്നാണ്. അതികായൻ. വലിയ ശരീരമുള്ളവൻ ഒറ്റപ്പദം അതികായൻ. അടുത്തത് ഭക്ഷിക്കുന്നവൻ ഒറ്റപ്പദം എന്താണ്? ഭക്ഷിക്കുന്നവൻ ഘാതകനാണ്. ഘാതകൻ.
ഭക്ഷിക്കുന്നവൻ ഘാതകൻ. എന്നാൽ മറ്റൊരു വാക്കുണ്ട് കുഴിക്കുന്നവൻ. കുഴിക്കുന്നവൻ ഒറ്റപ്പദം ചോദിച്ചാൽ ഘാതകൻ, തായാണ് വരുന്നത്, ഘാതകൻ. വ്യത്യാസമുണ്ട്. ഭക്ഷിക്കുന്നവൻ ഒറ്റപ്പദം ഘാതകൻ, ദായാണ്. അടുത്തത് കുഴിക്കുന്നവൻ ഒറ്റപ്പദം ഘാതകൻ, തായാണ് വരുന്നത്. എന്നാൽ വേറൊരു ഘാതകൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കൊലയാളി എന്നർത്ഥം വരുന്ന പദമാണ് ഘാതകൻ. ഘടികാരത്തിന്റെ ഘായാണ് ഇവിടെ വരുന്നത്. പിന്നെ വേറൊരു ഒറ്റപ്പദമാണ് കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ. ഒറ്റപ്പദം എന്താണ്? കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ. ഒറ്റപ്പദം ആജാനുബാഹു ആണ്. ആജാനുബാഹു, ആജാനു എന്നാണ് പറയേണ്ടത്. ആജാനബാഹു അല്ല, ആജാനുബാഹു. കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ. എന്നാൽ മാതാപിതാക്കന്മാരെ അതിശയിക്കുന്ന ഗുണങ്ങളുള്ളവൻ. മാതാപിതാക്കന്മാരെ അതിശയിക്കുന്ന ഗുണങ്ങളുള്ളവൻ ഒറ്റപ്പദം ചോദിക്കുകയാണെങ്കിൽ അത് അതിജാതനാണ്. അതിജാതൻ. മാതാപിതാക്കന്മാരെ അതിശയിക്കുന്ന ഗുണങ്ങളുള്ളവൻ ഒറ്റപ്പദം അതിജാതൻ. അടുത്ത നാലാമത്തെ ചോദ്യം വിപരീത പദമാണ് തന്നിരിക്കുന്നത്. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? ഉത്തരം വരുന്നത് ശാശ്വതം എന്നാണ്. ശാശ്വതം. ക്ഷണികം വിപരീതം ശാശ്വതം. എന്നാൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന മറ്റൊരു വാക്കായിരുന്നു നശ്വരം. നശ്വരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത് എന്നാണ് അർത്ഥം വരുന്നത്. അതിന്റെ വിപരീത പദമാണ് അനശ്വരം. നശ്വരം വിപരീതം അനശ്വരം. എന്നാൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന മറ്റൊരു വാക്കായിരുന്നു നൈമിഷികം. നൈമിഷികം. ഇത് നമുക്ക് ഒറ്റപ്പദമായിട്ട് പറയാം. നിമിഷത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം എന്താണ് വരുന്നത്? നൈമിഷികമാണ് വരുന്നത്. അടുത്ത കുറച്ച് ഒറ്റപ്പദങ്ങൾ, കുറച്ച് വിപരീത പദങ്ങൾ എഴുതിയിട്ടുണ്ട്, നോക്കാം എന്താണെന്ന്. ആദ്യത്തേത് ഉദാരൻ. ഉദാരൻ. ഉദാരൻ എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദമാണ് കൃപണൻ. ഉദാരൻ, കൃപണൻ. കൃപണൻ എന്ന് പറഞ്ഞാൽ പിശുക്കൻ. ഉദാരൻ എന്ന് പറയുമ്പോൾ സഹായിക്കുന്നവൻ. ഉദാരൻ വിപരീതം കൃപണൻ. അടുത്തത് പണ്ഡിതൻ. പണ്ഡിതൻ എന്ന പദത്തിന്റെ വിപരീത പദമാണ് പാമരൻ. പണ്ഡിതൻ, പാമരൻ. അടുത്തതാണ് സൗമ്യം. സൗമ്യം എന്ന പദത്തിന് രണ്ട് വിപരീത പദങ്ങളുണ്ട്. ഒന്ന് ഉദ്ധതം. ഉദ്ധതം അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന മറ്റൊരു വാക്കാണ് തീക്ഷ്ണം. തീക്ഷ്ണം. സൗമ്യം എന്ന പദത്തിന്റെ വിപരീതം ഉദ്ധതം അല്ലെങ്കിൽ തീക്ഷ്ണം. അടുത്ത ശാന്തം. ശാന്തം എന്ന പദത്തിന്റെ വിപരീതമാണ് ഉഗ്രം അല്ലെങ്കിൽ രൗദ്രം. ഉഗ്രം അല്ലെങ്കിൽ രൗദ്രം എന്ന് പറയുന്നത് ശാന്തം എന്ന പദത്തിന്റെ വിപരീത പദങ്ങളാണ്. അടുത്ത ഏതാണ്? വികാസം. വികാസം എന്ന പദത്തിന്റെ വിപരീത പദമാണ് സങ്കോചം. വികാസം, സങ്കോചം. അടുത്ത് വരുന്നത് ഭൂഷണമാണ്. ഭൂഷണം എന്ന് പറഞ്ഞാൽ ഭംഗി എന്നാണ് അർത്ഥം. അപ്പൊ അഭംഗി എന്നർത്ഥം വരുന്ന പദമാണ് ദൂഷണം. ഭൂഷണം, ദൂഷണം. അടുത്ത ദൃശ്യം എന്ന പദമാണ് വിപരീതം അദൃശ്യം. ദൃശ്യം, അദൃശ്യം. നമ്മുടെ ചോദ്യം, വിപരീത പദത്തിന്റെ ചോദ്യം ക്ഷണികമായിരുന്നു. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ശാശ്വതം. അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: നിലാവ് ശരിയായ പര്യായ പദം ഏതാണ്? നിലാവിന്റെ പര്യായ പദങ്ങളിൽ ശരിയായ ജോഡി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ചന്ദ്രിക, കൗമുദി. രണ്ടാമത്തേത് തിങ്കൾ, ഭാസ്കരൻ. 3 നിശീഥിനി, രാവ്. 4 താര, താരകം. ഇതില് നിലാവിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾപ്പെടുന്ന ജോഡി ഏത്? ഉത്തരം വരുന്നത് ചന്ദ്രിക, കൗമുദി. ചന്ദ്രിക എന്നാൽ നിലാവാണ്, കൗമുദി എന്നാലും നിലാവാണ്. എന്നാൽ ഇത് കൂടാതെ മറ്റൊരു പദം കൂടിയുണ്ട്, ജ്യോത്സ്ന. ജ്യോത്സ്ന എന്നാലും എന്താണ്? നിലാവാണ്. അപ്പൊ നിലാവിന്റെ ശരിയായ പര്യായ പദങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം വരുന്നത് ചന്ദ്രിക, കൗമുദി. നമ്മൾ ഒരു പര്യായ പദം കൂടി പറഞ്ഞു, ജ്യോത്സ്ന. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ എന്താന്ന് നോക്കാം. തിങ്കൾ. തിങ്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. ചന്ദ്രൻ, ചന്ദ്രൻ. സുധാംശു എന്ന് പറഞ്ഞാൽ ആരാണ്? സുധാംശു. സുധാംശു എന്ന് പറഞ്ഞാലും ചന്ദ്രനാണ്. അപ്പൊ തിങ്കൾ, ചന്ദ്രൻ. അങ്ങനെയാണെങ്കിൽ ഞായർ ആരാണ്? ഞായർ എന്ന് പറയുന്നത് സൂര്യനാണ്. ഞായർ പടിയുന്ന ദിക്കാണ് പടിഞ്ഞാറ് എന്ന് പറയുന്നത്. അപ്പൊ ഞായർ എന്ന് പറയുന്നത് സൂര്യൻ, തിങ്കൾ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അടുത്ത ഭാസ്കരൻ ഉണ്ട്. ഭാസ്കരൻ അതാരാണ്? ഭാസ്കരൻ എന്ന് പറഞ്ഞാലും സൂര്യനാണ്. മാർത്താണ്ഡൻ എന്ന് പറഞ്ഞാലും സൂര്യനാണ്. അർക്കൻ എന്ന് പറഞ്ഞാലും സൂര്യനാണ്. അഹർമണി എന്ന് പറഞ്ഞാലും സൂര്യനാണ്. അഹർമണി, അഹർമണി സൂര്യൻ. അർക്കൻ സൂര്യൻ. പിന്നെ മാർത്താണ്ഡൻ സൂര്യൻ. അടുത്ത ഓപ്ഷനാണ് നിശീഥിനി, രാവ്. ഇത് രണ്ടും എന്തിന്റെ പര്യായ പദങ്ങളാണ്? നിശീഥിനിയും രാവും രാത്രിയുടെ പര്യായ പദങ്ങളാണ്. രാത്രി. നിശീഥിനി, രാവ് ഇവ രണ്ടും രാത്രിയുടെ പര്യായ പദങ്ങളാണ്. ഇത് കൂടാതെ വേറെ എന്തൊക്കെയുണ്ട് പര്യായ പദങ്ങൾ രാത്രിയുടെ? രജനി. രജനി എന്നാൽ എന്താണ്? രാത്രിയാണ്. യാമിനി. യാമിനി എന്നാൽ എന്താണ്? രാത്രിയാണ്. അടുത്ത നിശ. നിശ എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രിയാണ്. അതുകൂടാതെ മറ്റൊരു പദമാണ് ക്ഷണത.
ക്ഷണത എന്ന് പറഞ്ഞാലും രാത്രിയാണ്. PSC ചോദിച്ച മറ്റൊരു ചോദ്യമാണ് രാത്രി മഞ്ഞൾ ഇരിപ്പിടം, രാത്രി മഞ്ഞൾ ഇരിപ്പിടം എന്നീ അർത്ഥം വരുന്ന പദം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരമാണ് വസതി. വസതി. അപ്പൊ വസതി എന്ന പദത്തിന് 3 അർത്ഥം വരുന്നു. ഏതൊക്കെയാണ്? രാത്രി, മഞ്ഞൾ, പിന്നെ പറഞ്ഞത് ഇരിപ്പിടം. ആ 3 അർത്ഥം വരുന്ന പദമാണ് വസതി എന്ന് പറയുന്നത്. അപ്പൊ വസതി എന്ന് പറഞ്ഞാൽ ഏതിൽ ഉൾപ്പെടുത്താം? നമുക്ക് രാത്രിയുടെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടുത്താം. ഇനി അടുത്ത 4ാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു? താര, താരകം. താര, താരകം എന്താണ്? നക്ഷത്രമാണ്. താര, താരകം, നക്ഷത്രം. അത് കൂടാതെ മറ്റൊരു വാക്ക് ഏതാണ്? ഉഡു. ഉഡു എന്ന് പറഞ്ഞാലും എന്താണ്? നക്ഷത്രമാണ്. ഉഡു, നക്ഷത്രം. അപ്പൊ എന്താണ് നമ്മുടെ ചോദ്യം? നിലാവിന്റെ പര്യായ പദമാണ് ചോദിച്ചത്. ഉത്തരം വരുന്നത് ചന്ദ്രിക, കൗമുദിയാണ്. നമ്മൾ ഒരു പദം കൂടി കൂട്ടിച്ചേർത്ത് ജ്യോത്സ്ന. ഇനി നമുക്ക് കുറച്ച് പര്യായ പദങ്ങളുടെ നോക്കാം. അടുത്ത് PSCക്ക് ചോദിച്ച കുറച്ച് പര്യായ പദങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് കുങ്കുമം. കുങ്കുമം എന്ന പദത്തിന്റെ 2 പര്യായ പദങ്ങളാണ് എഴുതിയിട്ടുള്ളത്. രോഹിതം, പിശുനം. രോഹിതം, പിശുനം എന്ന് പറയുന്നത് കുങ്കുമത്തിന്റെ പര്യായ പദങ്ങളാണ്. അടുത്ത 2ാമത്തേതാണ് കുട. കുടയുടെ പര്യായ പദങ്ങളാണ് ഛത്രം, ആതപത്രം. ഛത്രം, ആതപത്രം. അടുത്ത കപ്പൽ. കപ്പലിന്റെ 2 പര്യായ പദങ്ങളാണ് ഉരു, യാനപാത്രം. ഉരു, യാനപാത്രം. അടുത്തത് ആമ്പലാണ്. ആമ്പലിന്റെ 2 പര്യായ പദങ്ങളാണ് കൈരവം, കുമുദം. കൈരവം, കുമുദം എന്ന് പറയുന്നത് എന്താണ്? ആമ്പലാണ്. എന്നാൽ സാരസം എന്ന് പറയുന്നത് എന്താണ്? സാരസം. സാരസം എന്ന് പറയുന്നത് താമരയാണ്. സാരസം, താമര. കൈരവം, കുമുദം, ആമ്പലാണ്. അടുത്തത് കണ്ണാടിയാണ്. കണ്ണാടിയുടെ പര്യായ പദങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആദർശം, മുകുരം, ദർപ്പണം. ആദർശം, മുകുരം, ദർപ്പണം. അടുത്തത് കലപ്പയാണ്. കലപ്പയുടെ പര്യായ പദങ്ങളാണ് സീരം, ഹലം, ലാംഗലം. സീരം, ഹലം, ലാംഗലം എന്നിവയാണ് കലപ്പയുടെ പര്യായ പദങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ചോദ്യം ഇതാണ്. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഉത്തരം വരുന്നത് മുഴുവൻ കൊള്ളയടിക്കുക. അമ്പലം വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ മുഴുവൻ കൊള്ളയടിക്കുക എന്നതാണ്. നമുക്ക് കുറച്ച് ശൈലി നോക്കാം. ഗണപതിക്ക് കുറിക്കുക. ഗണപതിക്ക് കുറിക്കുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഗണപതിക്ക് കുറിക്കുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം തുടക്കം കുറിക്കുക എന്നാണ്. ഗണപതിക്ക് കുറിക്കുക, തുടക്കം കുറിക്കുക. ഇതേപോലെ ഇതിന് സമാനമായിട്ട് വരുന്ന മറ്റൊന്നാണ് കച്ച കെട്ടുക. കച്ച കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? സന്നദ്ധനാവുക അല്ലെങ്കിൽ തയ്യാറാവുക എന്നാണ് അർത്ഥം വരുന്നത്. കച്ച കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം സന്നദ്ധനാവുക അല്ലെങ്കിൽ തയ്യാറാവുക. മറ്റൊരു ശൈലിയാണ് 11ാം മണിക്കൂർ. 11ാം മണിക്കൂർ എന്ന ശൈലിയുടെ അർത്ഥം ചോദിച്ചാൽ അത് അവസാന നിമിഷമാണ്. 11ാം മണിക്കൂർ, അവസാന നിമിഷം. മറ്റൊന്ന് വേദവാക്യം. വേദവാക്യം എന്താണ്? ലംഘിക്കാനാവാത്ത വാക്കല്ലേ? അലംഘനീയമായ അഭിപ്രായം. അലംഘനീയമായ അഭിപ്രായം അല്ലെങ്കിൽ ലംഘിക്കാനാവാത്ത വാക്കാണ് വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊന്ന് ശതകം ചൊല്ലിക്കുക. ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കഷ്ടപ്പെടുത്തുക. ശതകം ചൊല്ലിക്കുക, കഷ്ടപ്പെടുത്തുക. നക്ഷത്രം എണ്ണിക്കുക എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? കഷ്ടപ്പെടുത്തുക തന്നെയാണ്. വേലി തന്നെ വിളവ് തിന്നുക. വേലി തന്നെ വിളവ് തിന്നുക എന്താണ്? രക്ഷിക്കേണ്ടവൻ തന്നെ എന്ത് ചെയ്യുക? നശിപ്പിക്കുക. വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കേണ്ടവൻ തന്നെ നശിപ്പിക്കുക. ഇനി സാധാരണ PSC എപ്പോഴും ചോദിക്കുന്നതാണ് ധനാശി പാടുക. എന്താണ് ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം? എന്താണ്? അവസാനിപ്പിക്കുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. എന്നാൽ ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ചുരുക്കി പറയുക. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. ഇനി ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആശിച്ച് കാലം കഴിക്കുന്നവൻ. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം ആശിച്ച് കാലം കഴിക്കുന്നവൻ. ഇനി ഇലവ് കാത്ത കിളി. ഇലവ് കാത്ത കിളി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഫലമില്ലാത്ത കാത്തിരിപ്പ്. ഇലവ് കാത്ത കിളി, ഫലമില്ലാത്ത കാത്തിരിപ്പ്. ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദീപാളി കുളിക്കുക. ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞാൽ ദൂർത്തടിക്കുക എന്നാണ് അർത്ഥം. അനാവശ്യ ചെലവ് ചെയ്ത് നശിക്കുക, അതായത് ദൂർത്തടിക്കുക. ദീപാളി കുളിക്കുക, ദൂർത്തടിക്കുക. എന്നാൽ ഇലയിട്ട് ചവിട്ടുക, അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക. ഇലയിട്ട് ചവിട്ടുക, അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക. മറ്റൊന്ന് ചർവിത ചർവണം. ചർവിത ചർവണം. ചർവിത ചർവണം എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പറഞ്ഞത് തന്നെ വീണ്ടും പറയുക. ചർവിത ചർവണം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ വീണ്ടും പറയുക. മറ്റൊരു ശൈലിയാണ് ഗതാനുഗതികത്വം. ഗതാനുഗതികത്വം എന്ന് പറഞ്ഞാൽ അനുകരണശീലം എന്നാണ്. ഗതാനുഗതികത്വം, അനുകരണശീലം. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് പദശുദ്ധി ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. വാക്കിതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത എന്ന് എങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
എങ്ങനെയാണെന്ന് നോക്കാം. ഭഗവത്ഗീത, ഇതാണ് ശരിയായിട്ടുള്ള രൂപം. ഭഗവത്ഗീത ദയുടെ ദായാണ് വരേണ്ടത്. ഭഗവത്ഗീത. എന്നാൽ ഈ വാക്ക് പിരിച്ചെഴുതുമ്പോൾ ഭഗവത് പ്ലസ് ഗീത, ഇവിടെ തായാണ് വരുന്നത്. ഭഗവത് പ്ലസ് ഗീതയാണ് ഭഗവത്ഗീതയായിട്ട് മാറുന്നത്. ഇത് ഏത് സന്ധിയാണ്? രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേർന്നു. ഏത് സന്ധിയാണ്? ആദേശ സന്ധി. ഇവിടെ ഭഗവത്താണ്, തായാണ് കിടക്കുന്നത്. ചേർത്തെഴുതിയപ്പോൾ താ അക്ഷരം കാണുന്നില്ല, പകരം വന്നിരിക്കുന്നത് ദായാണ്. ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേർന്നു. ഉത്തരം ആദേശ സന്ധിയാണ്. അപ്പൊ ഭഗവത്ഗീത എന്ന് എഴുതുമ്പോൾ ശരിയായ രൂപം ഇങ്ങനെയാണ്. എന്താണ്? ദയയുടെ ദായാണ് എഴുതേണ്ടതെന്ന് ഓർമ്മിക്കുക. എന്നാൽ മറ്റൊന്ന് ഭഗവത് കഥ. ഭഗവത് കഥ എന്നെഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? അത് സാധാ രീതിയിൽ തന്നെയാണ് എഴുതേണ്ടത്. ഭഗവത് കഥ എന്നെഴുതുമ്പോൾ എവിടെയാണ്? ഇവിടെ താ തന്നെയാണ് വരേണ്ടതെന്ന് ഓർമ്മിക്കുക. ഈ രണ്ട് വാക്കും ഓർമ്മിച്ച് വെക്കുക. ഭഗവത്ഗീതയും ഭഗവത് കഥയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് പദശുദ്ധി ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത കുറച്ച് പദശുദ്ധി വാക്കുകളാണ് എഴുതിയിട്ടിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് നോക്കാം. ഒന്നാമത്തേത് ഗീതാ ഗോവിന്ദം, ഗരുഡൻ, പുനഃചിന്ത, നീരാജനം. 4 വാക്കുകളുണ്ട്. ഈ എഴുതിയിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഏതൊക്കെ ഓപ്ഷനുകളാണ് ശരിയെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, ഗീതാ ഗോവിന്ദം, ഗരുഡൻ, പുനഃചിന്ത, നീരാജനം. അടുത്ത രണ്ടാമത്തേത് പന്ഥാവ്, തർജമ, വായനശീലം, യൗവനം. അടുത്ത മൂന്നാമത്തേത് ശതാബ്ദി, ഷഷ്ടിപൂർത്തി, തഥാഗതൻ, പൂവലങ്കി. നാലാമത്തേത് ദ്രുതഗതി, മനഃപൂർവം, സന്യാസം, സാർവത്രികം. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ശരിയെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണം. ആദ്യം പറഞ്ഞ ജോഡി ഗീതാ ഗോവിന്ദം, ഗരുഡൻ, പുനഃചിന്ത, നീരാജനം. ഈ വാക്കുകളെല്ലാം എന്താണ്? ശരിയാണ്. ഗീതാ ഗോവിന്ദം എന്ന് നീട്ടിയല്ല പറയേണ്ടത്, ഗീതാ ഗോവിന്ദം. നമ്മൾ പറയുമ്പോൾ ഗീതാ ഗോവിന്ദം എന്ന് എന്താണ് ദീർഘിച്ചാണ് പറയുന്നത്. എന്നാൽ ശരിയായ രൂപം പറയുന്നത് ഗീത ഗോവിന്ദമാണ്. ഇതാണ് ശരി രൂപം. അപ്പൊ അത് ശരിയാണ്. ഗരുഡൻ എന്ന് പറയുന്ന വാക്ക് തന്നിട്ടുള്ളത് ശരിയാണ്. പുനഃചിന്ത എന്ന് എഴുതേണ്ടത് ശരിയാണ്. നീരാജനം എന്ന് എഴുതേണ്ടതും ശരിയാണ്. നീരാജനം എന്നതാണ് ശരിയായിട്ടുള്ള വാക്ക് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ജോഡി ശരിയാണ്. ആദ്യം പറഞ്ഞ ഓപ്ഷൻ എല്ലാം ശരിയാണ്. അടുത്ത രണ്ടാമത്തേത് പന്ഥാവ്, തർജമ, വായനശീലം, യൗവനം. ഈ വാക്കുകളെല്ലാം ശരിയാണോ? നോക്കാം. പന്ഥാവ് എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം. അപ്പൊ ഈ വാക്ക് ശരിയാണ്. നായും രഥത്തിന്റെ ധായുമാണ് വരേണ്ട. ശരിയാണ്, പന്ഥാവ്. ഇനി തർജമ ശരിയാണ്. തർജിമയല്ല, തർജമയാണ് ശരിയായ രൂപം. വായനശീലം ശരിയാണ്. വായനാശീലമല്ല. നമ്മൾ ദീർഘിച്ച് പറയേണ്ട ആവശ്യം ഇല്ല. നമ്മൾ ഗീതാ ഗോവിന്ദ പറഞ്ഞതുപോലെ വായനാശീലമല്ല, വായനശീലം ശരിയാണ്. യൗവനം എന്ന് പറയുന്ന വാക്കും ശരിയാണ്. ഇവിടെ വാ ഇരട്ടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ എല്ലാം തന്നെ ശരിയാണ്. അടുത്ത മൂന്നാമത്തേത് ശതാബ്ദി. ശതാബ്ദി, ഷഷ്ടിപൂർത്തി, തഥാഗതൻ, പൂവലങ്കി. ഈ വാക്കുകളും ശരിയായ വാക്കുകളാണ്. ശതാബ്ദി എന്ന് പറഞ്ഞാൽ 100 വർഷം തികയുന്നതാണ്. ഷഷ്ടിപൂർത്തി എന്ന് പറയുമ്പോൾ 60 വർഷം തികയുന്നതാണ്. അടുത്ത തഥാഗതൻ എന്ന് പറയുമ്പോൾ തഥാഗതൻ, വന്നു ചേർന്നവൻ, ആ നിമിഷം വന്നു ചേർന്നവൻ എന്നാണ് അർത്ഥം വരുന്നത്. പൂവലങ്കി എന്ന് പറഞ്ഞാൽ മാർദ്ധവമുള്ള ശരീരം എന്നാണ് അർത്ഥം. അപ്പൊ ഈ വാക്കുകളെല്ലാം തന്നെ ശരിയാണ്. എല്ലാം PSCക്ക് ചോദിച്ചത് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ശതാബ്ദി, ഈ പറഞ്ഞ വാക്കുകളെല്ലാം ശരിയാണ്. അബ്ദി എന്ന് പറഞ്ഞാൽ ആണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. അടുത്ത നാലാമത്തെ ഓപ്ഷൻ ദ്രുതഗതി, മനഃപൂർവം, സന്യാസം, സാർവത്രികം. ദ്രുതഗതി, മനഃപൂർവം, സന്യാസം, സാർവത്രികം. ഈ വാക്കുകളും എന്താണ്? ശരിയാണ്. എല്ലാം ശരിയാണ്. ദ്രുതഗതി എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്. മനഃപൂർവം, സന്യാസം എന്ന് എഴുതുമ്പോൾ ഇന്നയാണ് വരേണ്ടത്. സന്യാസി എന്ന് എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ് വരേണ്ടത്. ഒരു നായല്ല, ഇന്ന. സന്യാസി. സാർവത്രികം എന്ന് എഴുതേണ്ടതും ഇങ്ങനെയാണ്. അപ്പൊ ഈ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ എന്താണ്? ശരിയായ വാക്കുകളാണ്. അടുത്ത 8ാമത്തെ ചോദ്യം പിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക. നമുക്ക് ഉത്തരം അറിയാവുന്നതാണ്. വിൺ പ്ലസ് തലമാണ് വിണ്ടലം. വിൺ പ്ലസ് തലം, വിണ്ടലം. എന്താണ്? ഏത് സന്ധിയാണിത്? ആദേശ സന്ധിയാണ്. വിൺ പ്ലസ് തലം, വിണ്ടലം ചേർത്തെഴുതുമ്പോൾ വരുന്നത് ആദേശ സന്ധി. ആദേശ സന്ധി എന്തെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം പോകുന്നു, മറ്റൊരു വർണ്ണം വന്നു ചേരുന്നു. ഇവയാണ് ആദേശ സന്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കാം ഏത് വർണ്ണമാണ് പോയത്, ഏത് വർണ്ണമാണ് വന്നു ചേർന്നതെന്ന്. അതിനു മുമ്പ് വിണ്ടലം എന്ന് പറയുന്നതിൽ ഇണ്ട എന്ന് പറയുന്ന അക്ഷരം ഉണ്ടായിരിക്കുന്നത്
നായും ഡായും ചേർന്നിട്ടാണ് ണ് പ്ലസ് ഡായാണ് ഇണ്ടായിട്ട് മാറിയത്. അപ്പോൾ ഇവിടെ വിണ്ണ് എന്ന് പറയുന്നതിൽ ഇണ്ണ് എന്ന് പറയുന്ന അക്ഷരം, നാ എന്ന് പറയുന്ന അക്ഷരം ഇവിടെ ഉണ്ട്. പിന്നെ തലം എന്ന് പറയുന്ന വാക്കിൽ താ പോയിട്ട് ഏത് വന്നു? ഡാ വന്നു ചേർന്നു. അപ്പോൾ താ പോയി ഡാ വന്നു ചേർന്നു. ഏത് സന്ധിയാണ്? ആദേശ സന്ധി. അപ്പോൾ വിൺ പ്ലസ് തലം ചേർത്തെഴുതുമ്പോൾ വിണ്ടലം എന്നാണ് വരുന്നത്. ഇതേപോലെ മറ്റൊരു വാക്കാണ് തണ്ടാർ. തണ്ടാർ എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? തൺ പ്ലസ് താർ എന്നാണ് എഴുതേണ്ടത്. തണ്ടാർ, തൺ പ്ലസ് താർ. താമരത്തണ്ട എന്നർത്ഥം വരുന്ന പദമാണ് തണ്ടാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ആദേശ സന്ധിയാണ്. ഇതേപോലെ സെയിം വരുന്നതാണ് തണ്ടാർ എന്ന പദവും. ഇനി ആദേശ സന്ധിക്ക് മറ്റൊരു ഉദാഹരണം നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ് കണ്ണീർ. എങ്ങനെയാണ് കണ്ണീർ പിരിച്ചെഴുതേണ്ടത്? കൺ പ്ലസ് നീർ. കണ്ണീർ പിരിച്ചെഴുതേണ്ടത് കൺ പ്ലസ് നീർ എന്നാണ്. അതേപോലെ എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു വാക്കാണ് കണ്ടു. കണ്ടു എന്ന പദം പിരിച്ചെഴുതേണ്ടത് കൺ പ്ലസ് തൂ എന്നാണ്. കൺ പ്ലസ് തൂ ആണ് കണ്ടു. ഇതെല്ലാം ആദേശ സന്ധിയാണ്. അടുത്തത് കേട്ടു. അതെങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? കേൾ പ്ലസ് തൂ ആണ് കേട്ടു. കേൾ പ്ലസ് തൂ കേട്ടു. മറ്റൊരു വാക്കാണ് മരങ്ങൾ. മരങ്ങൾ. മരങ്ങൾ എന്ന വാക്ക് പിരിച്ചെഴുതേണ്ടത് എങ്ങനെയാണ്? മരം പ്ലസ് കൾ എന്നാണ്. മരങ്ങൾ പിരിച്ചെഴുതേണ്ടത് മരം പ്ലസ് കൾ എന്നാണ്. അപ്പോൾ ആദേശ സന്ധിയിൽ ഒരു ചോദ്യമാണ് ചോദിച്ചത്, വിണ്ടലം എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടതെന്നാണ്. ഉത്തരം വരുന്നത് വിൺ പ്ലസ് തലം എന്നാണ് പിരിച്ചെഴുതേണ്ടത്. അടുത്തത് 9ാമത്തെ ചോദ്യം, തലവേദന എന്ന വാക്ക് വിഗ്രഹിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തലവേദന എന്ന വാക്ക് വിഗ്രഹിച്ചെഴുതുക. വിഗ്രഹിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തലവേദന എന്ന് പറയുന്നത് 2 വാക്കുകൾ ചേർന്നിട്ടുള്ള ഒരു സമസ്ത പദമാണ്. ഇതിന്റെ അർത്ഥം വിശദമാകുന്ന രീതിയിൽ നമ്മൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണം എപ്പോഴും PSC ചോദിച്ചതാണ്, കല്യാണ പന്തൽ. കല്യാണ പന്തൽ എന്ന പദം വിഗ്രഹിച്ചെഴുതുമ്പോൾ കല്യാണത്തിനുള്ള പന്തൽ. അതേപോലെ ഈയിടയ്ക്ക് ചോദിച്ചതാണ് പിഞ്ഞാണ വർണ്ണം, പിഞ്ഞാണത്തിന്റെ വർണ്ണം. പല്ലവ പുടം, പല്ലവത്തിന്റെ പുടം. അങ്ങനെ എന്താണ് തലവേദന എന്ന വാക്ക് വിഗ്രഹിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? തലയിലെ വേദന. തലവേദന വിഗ്രഹിച്ച് എഴുതുമ്പോൾ തലയിലെ വേദന. ഇപ്പോൾ 5 വാക്ക് വിഗ്രഹിച്ചെഴുതാനായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ വാക്കുകൾ നിങ്ങൾക്ക് വിഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എഴുതി നോക്കണം. ഉത്തരം നോക്കാം. ആദ്യത്തെ വാക്ക് ഇതാണ്, രോഗശമനം. രോഗശമനം വിഗ്രഹിക്കേണ്ടത് എങ്ങനെയാണ്? രോഗത്തിന് ശമനം എന്നാണ്. രോഗശമനം, രോഗത്തിന് ശമനം. രണ്ടാമത്തേത് ജീവിത നൗക. ജീവിത നൗക. എങ്ങനെയാണ് ജീവിത നൗക എന്ന വാക്ക് വിഗ്രഹിക്കേണ്ടത്? ജീവിതമാകുന്ന നൗക. ജീവിതമാകുന്ന നൗക. അടുത്ത തിങ്കളാഴ്ച. തിങ്കളാഴ്ച. എങ്ങനെയാണ്? തിങ്കൾ എന്ന ആഴ്ച. തിങ്കൾ എന്ന ആഴ്ച എന്നാണ് തിങ്കളാഴ്ച വിഗ്രഹിക്കേണ്ടത്. അടുത്ത ഭീഷ്മ ദ്രോണാദികൾ. ഭീഷ്മ ദ്രോണാദികൾ. എങ്ങനെയാണ് വിഗ്രഹിച്ചെഴുതേണ്ടത്? ഭീഷ്മർ, ദ്രോണർ, ആദിയായവർ. ഭീഷ്മർ, ദ്രോണർ, ആദിയായവർ എന്നാണ് ഭീഷ്മ ദ്രോണാദികൾ വിഗ്രഹിച്ചെഴുതേണ്ടത്. അടുത്തത് ഏതാണ്? കുമുദഗന്ധി. കുമുദം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പര്യായ പദങ്ങളിൽ പറഞ്ഞായിരുന്നു, ആമ്പൽ എന്നർത്ഥം വരുന്ന പദമാണ് കുമുദം അല്ലേ. അപ്പൊ കുമുദഗന്ധി എന്ന് പറയുമ്പോൾ കുമുദത്തിന്റെ ഗന്ധമുള്ളത്, ആമ്പലിന്റെ ഗന്ധമുള്ളത്, കുമുദത്തിന്റെ ഗന്ധമുള്ളത്, കുമുദഗന്ധി. അതേപോലെ ഇവിടെ ഇപ്പൊ PSC ഇടയ്ക്ക് ചോദിച്ചതാണ് വിഗ്രഹിച്ചെഴുതാനായിട്ട് 4-5. 4-5 എന്ന പദം എങ്ങനെയാണ് വിഗ്രഹിച്ചെഴുതുക അല്ലെങ്കിൽ പിരിച്ചെഴുതുക എന്ന് ചോദിക്കും. 4ഓ 5ഓ എന്നാണ്. 4ഓ 5ഓ. 4-5, 4ഓ 5ഓ. 9ാമത്തെ ചോദ്യം ഇങ്ങനെ വിഗ്രഹിച്ചെഴുതാനുള്ളതായിരുന്നു. 10ാമത്തെ ചോദ്യം, ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏതാണ്? 4 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. 1 കാഞ്ചനം, 2 മാലേയം, 3 കോടീരം, 4 ഗോരോചനം. ഇതിൽ ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത് അല്ലെങ്കിൽ ചന്ദനം എന്നർത്ഥം വരുന്ന പദം ഏതെന്നാണ് ചോദ്യം. ഉത്തരം മാലേയമാണ്. മാലേയം. ചന്ദനം എന്നർത്ഥം വരുന്ന പദമാണ് മാലേയം. ഇത് കൂടാതെ മലയജം, 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 ഗന്ധസാരം, ഗന്ധസാരം. മറ്റൊന്ന് പാടീരം. ഇതൊക്കെ എന്താണ്? ചന്ദനം എന്നർത്ഥം വരുന്ന പദമാണ്. ഇത് കൂടാതെ വേറൊരു പദമുണ്ടല്ലോ, കളഭം. കളഭം. കളഭം എന്ന പദത്തിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ചന്ദനം എന്നും അർത്ഥമുണ്ട്, മറ്റൊന്ന് ആന എന്നും അർത്ഥമുണ്ട്. അപ്പൊ ചന്ദനത്തിന്റെ പദങ്ങൾ ഏതൊക്കെയാണ്? മാലേയം, മലയജം, ഗന്ധസാരം, പാടീരം, കളഭം. ഇനി ബാക്കിയുള്ള വാക്കുകൾ എന്തൊക്കെ നോക്കാം. കാഞ്ചനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണമാണ്. കാഞ്ചനം, സ്വർണം. അവിടെ ചോദിച്ച മറ്റൊരു ചോദ്യം, സ്വർണ്ണ നിറമുള്ളവൾ എന്നർത്ഥം വരുന്ന പദമാണ് രുക്മിണി എന്ന് പറയുന്നത്. രുക്മിണി. അതെങ്ങനെയാണ് എഴുതേണ്ടത്? രുക്മിണി എന്ന പദം എഴുതേണ്ടത് രുക്മിണി. കായാണ് എഴുതേണ്ടത്, ഗായല്ല കാ. രുക്മിണി. അടുത്തത് കോടീരം.
കോടീരം എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത് എന്താണ്? ജഡ എന്നാണ് അർത്ഥം വരുന്നത്. ജഡ, കോടീരം ജഡ, തലമുടി കെട്ട് എന്നാണ് അർത്ഥം വരുന്നത്. അടുത്തത് ഏതാണ്? ഗോരോചനം. ഗോരോചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭസ്മം അല്ലെങ്കിൽ കുറിയാണ് ഗോരോചനം. അപ്പൊ ഏതായിരുന്നു നമ്മുടെ ചോദ്യം? ചന്ദനത്തിന്റെ പര്യായ പദമാണ് ചോദിച്ചത്, അർത്ഥമുള്ള പദമാണ് ചോദിച്ചത്. ഉത്തരം വരുന്നത് ഏതായിരുന്നു? മാലേയമായിരുന്നു. നമ്മൾ ഒരു LDC ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 10 ചോദ്യങ്ങളും ചെറിയൊരു എക്സ്പ്ലനേഷനുമാണ് നടത്തിയത്. എല്ലാവരും എന്ത് ചെയ്യുക? ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.